ഫാൽക്കെ ലൈബ്രറി പുതിയാപ്പ് വനിതാ വേദി നടത്തിവരുന്ന വീട്ടുമുറ്റത്തെ പുസ്തക വായനാ സംരംഭത്തിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. പരിപാടി കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. ഫാൽക്കെ ലൈബ്രറി പുതിയാപ്പ് വനിതാ വേദി നടത്തിവരുന്ന വീട്ടുമുറ്റത്തെ പുസ്തക വായനാ സംരംഭത്തിന്റെ 1ാം വാർഷിക പരിപാടി പുതിയാപ്പ് എം ദാസൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. വി തങ്കമണിയുടെ അധ്യക്ഷതയിൽ കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രബുദ്ധ കേരളത്തിലെ സാക്ഷരർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ നിരക്ഷരർ ഉയർന്ന രാഷ്ട്രീയ വിവേകമാർജിച്ച് പുനരുത്ഥാനത്തെ നേരിട്ട് ഉത്തരേന്ത്യയിൽ പുതിയൊരു മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെ വിളക്ക് കൊളുത്തുമ്പോൾ സാക്ഷര കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനത്ത് പുനരുത്ഥാനത്തിൻ്റെ ചക്രവർത്തി പ്രജാക്ഷേമ തൽപരനായി എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ദുർഗതി എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ആ ചാണകക്കുഴിയിലേക്ക് ഇറങ്ങേണ്ട ആളാണ്. എനിക്ക് മലപ്പുറത്ത് ഇറങ്ങിയാൽ ആ ചാണകക്കുഴിയാണ്. ഞാനും കൂടി പ്രതിയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം സുനിലിന് വേണ്ടി ഒരുപാട് അവിടെയൊക്കെ നടന്ന് പ്രസംഗിച്ചെങ്കിലും ഈ പ്രസംഗമൊക്കെ തലയ്ക്ക് മീതെ പോവുക. പുനരുത്ഥാന രാഷ്ട്രീയം അവരുടെ സാംസ്കാരിക പരിപാടി കുറേ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അത് നവോത്ഥാന വിരുദ്ധമാണ്. 2 ധാരകൾ ഞാൻ വളരെ പരത്തിയൊന്നും പറയുന്നില്ല. കേരളത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിനെ ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ഫാൽക്കെ ലൈബ്രറി അടക്കമുള്ള നിങ്ങളടക്കമുള്ള മനുഷ്യരെ രൂപീകരിച്ചെടുത്ത പ്രധാനപ്പെട്ട ഒരു ആശയലോകം നവോത്ഥാനത്തിൻ്റെ ആശയലോകമാണ്. നവോത്ഥാനത്തിൻ്റെ ആശയലോകങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് സംഘടനകൾ, ഓർഗനൈസേഷൻസ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായത്. ചടങ്ങിൽ എം ജനാർദ്ദനൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. 2023 മെയ് മാസത്തിൽ കവി ശിവദാസ് പുറമേരിയാണ് പരിപാടിക്ക് തിരികൊളുത്തിയത്. പരിപാടിയിൽ 2ാം ഊഴം പുസ്തകത്തെ മുൻനിർത്തി ബി അഖില, സൗമ്യ, ബിന്ദു SD, നീത R എന്നിവർ സംസാരിച്ചു. കവി പ്രദീപ് തിരുവള്ളൂർ കവിതകൾ അവതരിപ്പിച്ചു. തുടർന്ന് വനിതാവേദി പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ PP ലീബ സ്വാഗതവും ബി അഖില റിപ്പോർട്ടും KV ഷീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.